പതറിടല്ലേ കണ്ണുനീരിലും തളർന്നിടല്ലേ ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എന്റേതാണേ ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എന്റേതാണേ നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന പണുതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന നിന്നെ പണുതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന കഷ്ടങ്ങളിലും പതറിടല്ലേ കണ്ണുനീരിലും തളർന്നിടല്ലേ ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എന്റേതാണേ ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എന്റേതാണേ നിന്നെ കുറ്റം വിധിച്ചു തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ പിറുപിറുപ്പില്ലാതെ മുൻപോട്ടു പോകുക യേശു എന്നും നിന്റെ കൂടെ നിന്നെ കുറ്റം വിധിച്ചു തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ പിറുപിറുപ്പില്ലാതെ മുൻപോട്ടു പോവുക യേശു എന്നും നിന്റെ കൂടെ കഷ്ടങ്ങളിലും പതറിടല്ലേ കണ്ണുനീരിലും തളർന്നിടല്ലേ ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എന്റേതാണേ ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എന്റേതാണേ ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എന്റേതാണേ ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എന്റേതാണേ. കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ സർവശക്തനായ സർവകൃപാലുവായ ദൈവം ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ ഒരുക്കിയതിനായി സ്തോത്രം. നല്ല ബുധനാഴ്ച പകലിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും അഭിഷിക്തമാർക്കും പിതാക്കന്മാർക്കും മാതാക്കന്മാർക്കും ക്രിസ്തയേശുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിയോഗം നമ്മുടെ മധ്യേ കർത്താവ് അയക്കേണ്ടതിനായി വളരെ പ്രാർത്ഥനയോട് ദൈവ സന്നിധിയിൽ കടന്നു വരാമല്ലോ. അല്പനിമിഷം ധ്യാനിപ്പാൻ ആമേൻ. 42-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യം ഇന്ന് പകൽക്കാലം വായിക്കുന്നു. 42-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യം. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ ഇപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനാകും. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, ഈ 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം കോരോഹിൻ്റെ പുത്രന്മാരുടെ ഒരു ധ്യാനമാണ്. മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. 2-ാം വാക്യം പറയുന്നു ദൈവസന്നിധിയിൽ. ആമേൻ. ഈ പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠന്മാരായ അഭിഷക്തന്മാർ
നിങ്ങൾ ഭാഗ്യമുള്ളവരാ. അല്ലേ? ഒരു പ്രഭാതം കൂടെ യേശുപ്പച്ചൻ്റെ പാദപീഠത്തിൽ ധൈര്യത്തോടെ ആയിരുന്ന് ദൈവജനം കേൾക്കുവാൻ ദൈവം നമുക്കൊരു അവസരം ഒരുക്കിയില്ലേ? ഹല്ലേലൂയ. ഇന്നലെ എത്രയോ പേര് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ ദൈവം നമുക്ക് തരുന്ന സമയങ്ങൾ ഒക്കെ ഏറ്റവും വിലപ്പെട്ടതാണ്. ഹല്ലേലൂയ. എന്നാൽ 63 സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ദൈവമേ, നീ എൻ്റെ ദൈവം, അതികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. ഹല്ലേലൂയ. കണ്ടോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. എൻ്റെ ജീവകാലം ഒക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും. ആമേൻ. അപ്പോൾ ഒരു ഭക്തന്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഓർക്കാനും കരയാനും പ്രാർത്ഥിക്കാനും ചിന്തിക്കാനും നല്ലൊരു സ്നേഹിതനല്ലേ നമ്മുടെ കർത്താവ്? അത് ശ്രേഷ്ഠനായ ഒരു ദൈവം. ദൈവസന്നിധിയിൽ ആരെല്ലാം കരഞ്ഞിട്ടുണ്ടോ? ആരെല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ദൈവ പൈതലേ, ദൈവത്തിനൊന്ന് പകൽക്കാലം സംസാരിപ്പാനുണ്ട്. ഹല്ലേലൂയ. ഉറപ്പായും വ്യക്തമായും ശക്തമായും ദൈവാത്മാവ് നമ്മോട് അറിയിക്കട്ടെ. ഒന്ന്, കോരഹിന്റെ മക്കൾ ദൈവസന്നിധിയിൽ അവർ കടന്നു ചെല്ലുകയാണ്. അപ്പൻ ചെയ്ത തെറ്റുകൾ, അമ്മയപ്പന്മാർ തങ്ങളോട് കാണിച്ച ക്രൂരതകൾ അവർ നോക്കി നിൽക്കുക. അവരെല്ലാം കണ്ടവരല്ലേ, സാക്ഷികളല്ലേ. അവർ പറയാ, കർത്താവേ, ഞങ്ങൾ ദൈവസന്നിധിയിൽ നിന്റെ സ്തോത്രം. ആമേൻ. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധി ഏതെല്ലാം വ്യക്തികൾ ദൈവസന്നിധി കടന്നു വരുമോ, പ്രാർത്ഥന കേൾക്കാത്ത ദൈവമല്ല നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യത്തിലേക്ക് വരപ്പെടുമ്പോൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നാൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിൻ്റെ നദികൾ. ശമനപരകധുനി. യെശയ്യാവിൻ്റെ പുസ്തകം 41:17, 55:1, സങ്കീർത്തനം 84:2, സങ്കീർത്തനം 84:2-3, യോശുവ 3:10. ആമേൻ. ദാനിയേൽ 6:26. ഓ ഹല്ലേലൂയ. 1 തീമോഥെയോസ് 4:10, സങ്കീർത്തനം 84:7, പുറപ്പാട് 23:17. ഇത്രയും വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇതിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന മഹാ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഈ പ്രഭാതത്തിൽ എന്തിനാ ദാഹം? ഒരു മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഓ, എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ ഇപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുന്നു. ഹല്ലേലൂയ. നീ ദൈവസന്നിധിയിലാണോ ഇരിക്കുന്നത്? പൈതലേ, നിന്റെ യാത്രകൾ ദൈവസന്നിധിയോടെ ആണോ? നിന്റെ വാക്കുകൾ ദൈവസന്നിധിയിൽ നിന്ന് വരുന്നതാണോ? ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്ന ദൈവഭക്തയെ ദൈവാത്മാവ് ഈ ബുധനാഴ്ച വിളിച്ചു പറയുന്നു:
നിങ്ങളിൽ കൂടെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുകയാ ദൈവസന്നിധിയിൽ. ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ദൈവകുഞ്ഞെ, നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാ. ഹല്ലേലൂയ. നോയിക്കേ. ആമേൻ. സാധാരണ പിതാക്കന്മാർ തെറ്റിപ്പോകുമ്പോൾ മക്കൾ തെറ്റിപ്പോകുന്നതാ. എന്നാൽ പിതാക്കന്മാർ ചെയ്ത പാപങ്ങളെ തൻ്റെ മക്കൾ ദൈവസന്നിധിയിൽ നിരത്തി വച്ച് കരയുകയാണ്. ആമേൻ. സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ വചനം 41 പറയുന്നത് ഇങ്ങനെയാണ്. സങ്കീർത്തനം 41:10 പറയുന്നത്, ഞാൻ അവർക്ക് പകരം ചെയ്യും. ചെയ്യേണ്ടതിന് യഹോവേ കൃപ തോന്നി എന്നെ എഴുന്നേൽക്കണമേ. സ്തോത്രം. എന്നെ എഴുന്നേൽപ്പിക്കണമേ. ഹല്ലേലൂയ. നിന്നെ എഴുന്നേൽപ്പിക്കും ദൈവം. ഇന്ന് പകലിൽ ഞാൻ അവർക്ക് പകരം ചെയ്യേണ്ടതിന് യഹോവേ കൃപ തോന്നി എന്നെ എഴുന്നേൽപ്പിക്കണമേ. ഹല്ലേലൂയ. ആരൊക്കെ ദൈവാത്മാവ് എണീപ്പിക്കാൻ പോയ ഈ കാലഘട്ടങ്ങളിൽ ഇത് ചടകുടഞ്ഞിരിക്കേണ്ടവനല്ല. തമ്പുരാൻ നിന്നെ എഴുന്നേൽപ്പിക്കുന്ന നാഴിക വിദൂരമല്ല ദൈവ പൈതലേ. സ്വർഗം നിന്നെ എഴുന്നേൽപ്പിക്കും. കർത്താവിൻ്റെ മഹാകരുണ കൊണ്ട് ദൈവം നിന്നെ നിറയ്ക്കും. അത് കർത്താവിൻ്റെ പദ്ധതിയാണ്. അത് ഈ ദിവസങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കാൻ പോകയാ. സ്തോത്രം. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാമോ? ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ആരെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടോ? ആരെല്ലാം ദൈവസന്നിധിയിൽ ഇരുന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. ആര് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടുണ്ടോ? ആരെല്ലാം ദൈവത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി, ആമേൻ, സ്തോത്രം, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നിട്ടുണ്ടോ? അവരെല്ലാം ദൈവം ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കാൻ പോകയാ. പ്രാർത്ഥിക്കാമോ? മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പകൽവേളയ്ക്കായി സ്തോത്രം. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. അപ്പ, ഒരു വലിയ ആത്മാവിൻ്റെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണമേ. കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.